ഇന്നിതാ ഇതുപോലുള്ള കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതാ ഫോണിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വരയ്ക്കാൻ അറിയുന്നവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതാ സ്കെച്ച് വെച്ചിട്ട് ബ്ലാക്ക് സ്കെച്ച് കളർ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള കളർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും പിക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളറും കൂടെ കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം കവിളിൽ കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതാ ഓരോന്നിനും ഓരോരോ കളർ വീതം അടിച്ചു കേട്ടോ. ഇതൊരു കോഴിക്കുട്ടിയായിരുന്നു. അപ്പോൾ അതിന് ഞാൻ യെല്ലോ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പല പല പേസ്റ്റൽ കളേഴ്സും അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ആ പിക്കിലെ പോലെ തന്നെയാണ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഞാൻ ചെറുതായിട്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അതായത് കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ്, ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ക്യൂട്ടാണ്, കുറച്ച് വലുതായോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഇതാ കളറെല്ലാം അടിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആ വരച്ചതിൻ്റെ കുറച്ച് ഭാഗം വിട്ടിട്ട് ഞാനിതാ ഇതുപോലെ അല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ഇൻസുലേഷൻ ടാപ്പ് ഇതാ ഇതുപോലെ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വരച്ച പിക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടിതാ അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം വിടണം കേട്ടോ നമ്മുടെ ഇൻസുലേഷൻ ടാപ്പിൻ്റെ. എന്നിട്ടിതാ ഞാനൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബുക്കിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് നോക്കാം കേട്ടോ. അതിൽ നിന്ന് ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ എടുത്തത്. ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഒട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടും ആയിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയാം കേട്ടോ. ബായ്.